Good morning, all. Good morning. ആരെങ്കിലും കോട്ട് പറയോ? ഞാൻ പറയാത്തോട്ട്. ഞാൻ പറയാട്ടോ തോട്ട്. യെസ് ഇവ പറയൂ. ഇവ തന്നെയാണ് പേര്, അതിൽ കണ്ട പേരാ ഞാൻ വായിച്ചത്. തൊട്ട് പറയൂ, ആരെ പറയാ? ഇവ അല്ലേ പറഞ്ഞേ? Your positive action combined with positive thinking result in success. Shiv Khera. യെസ് പ്ലീസ്. ഇനി എന്താ, പ്രയർ ഒക്കെ കഴിഞ്ഞോ? ചെയ്യൂട്ടോ സൈനിങ്. ആരുല്ലേ? കയറ് കഴിഞ്ഞോ? അറിയില്ല, ഞാനിപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ കേറിയിട്ടുള്ളൂ. അപ്പൊ തോട്ടി ചോദിക്കണ്ടായിരുന്നു. കയറ് പാടിയെന്ന് അറിയില്ല, ഞാനും ഇപ്പം കയറിയതേ ഉള്ളൂ. സൈലന്റ് പറഞ്ഞില്ല. മാം ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും ലേറ്റ് ആയപ്പോ പ്രയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു. പ്രയർ കഴിഞ്ഞിട്ടില്ലല്ലോ. കയറ് കഴിഞ്ഞില്ല. മാം ഇടക്ക് പറയാറുണ്ട് ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തോളാം. വെറുതെ ടൈം കളയണ്ടല്ലോ. പ്രയർ പാടിക്കോളൂ. ആരാ പ്രിപ്പയർ ചെയ്തല്ലേ? ഓക്കെ പ്ലീസ്. ഞാനും കയറാൻ ലേറ്റ് ആയി. നിങ്ങളുടെ പ്രയർ ഒക്കെ കഴിഞ്ഞിരുന്നോ? നോ മാം. തൊട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച പ്രയർ ഒക്കെ കഴിഞ്ഞാണെന്ന്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഏത് ഓർഡർ ആയാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും പ്ലീസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പ്രയർ പാട്ടാ മാം? യെസ് പ്ലീസ്. മനസ്സമയ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ.
ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു മാം. കോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം മാം. പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഒരു തോട്ടും കൂടെ നമുക്ക് കിട്ടിയാൽ അത്രയും നമ്മൾ റിച്ച് ആയല്ലോ. പ്ലീസ്. The most expensive liquid in the world is a tear. APJ Abdul Kalam. കണ്ണീരിന്റെ വില കിട്ടാറുണ്ടോ എപ്പോഴെങ്കിലും? No ma'am. ചിലര് മൈൻഡ് ചെയ്യില്ലല്ലോ. നമ്മളുടെ എത്ര വിഷമം കണ്ടാലും അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ ചിലര് നല്ല കരുതലായിരിക്കും അല്ലെ. അതുപോലെ നമ്മള് വിഷമിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു നോൺ വെർബൽ ക്യൂ കാണുമ്പോ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഫൈൻ. എനിവേ, അങ്ങനെ ആദ്യത്തെ കാറ്റഗറിയുടെ മുമ്പിൽ പാഴാക്കി കളയാനുള്ളതല്ല നമ്മളുടെ വില പിടിച്ച കണ്ണീരെന്ന് പറയുന്നത്. ഓക്കെ സലീന, എന്നെ ഓർപ്പിക്കുവാണോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്? ഓക്കെ. ടെൻഷൻ ഉണ്ടോ പോർഷൻ തീരില്ല എന്നുള്ളത്? അങ്ങനെയുള്ള ടെൻഷനാണോ? ആക്ച്വലി മോണ്ടിസോറി മെത്തേഡ് ഈസ് നോട്ട് ലൈക്ക് സബ്ജക്ട് ഓറിയന്റഡ്, ഇറ്റ് ഈസ് റിയാലിറ്റി ഓറിയന്റഡ്. ഓൾവേസ് കണക്ട് വിത്ത് നേച്ചർ and it's only interactive session. That's only subject studying അല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. എനിക്ക് നല്ല ചുമയാ. ഞാൻ അങ്ങനെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുക. ഇപ്പം പുതിയ ബാച്ചിന്റെ ഓറിയന്റേഷൻ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറിയുള്ളൂ. സോ ഐ ഫീൽ ലൈക്ക് ആഫ്റ്റർ 12:30 ഐ ക്യാൻ ടേക്ക് റെസ്റ്റ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് വോയിസ് റെസ്റ്റ് ഇല്ല. അതെന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഭയങ്കര ചുമയായി. ഓക്കെ. സോ നമ്മൾ എവിടെയായിരുന്നു? വേറെ നമ്മുടെ ക്വസ്റ്റ്യൻ എയ്ഡ് ഇല്ലേ, സർവേയുടെ ക്വസ്റ്റ്യൻ എയ്ഡ് ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. അതിന്റെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിസ്കസ് ചെയ്തു. ഓക്കെ ഓക്കെ. ക്ലാസ് റൂമിൽ തരണം അല്ലേ? അതെ. ഓക്കെ. നമ്മളല്ലാതെ നമ്മൾ എവിടെ വരെ പറഞ്ഞ് നിർത്തി? മീൻസ് നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്? എന്തോ? Relevance and contribution of education. Relevance and contribution of educational psychology 5 points വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിക്ക് വോയിസ് ബ്രേക്ക് ആയി. റിലവൻസ് മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ. താങ്ക് യു ഫോർ ബോത്ത് ഓഫ് യു. ഓക്കെ പ്ലീസ്. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. Yes, relevance and contribution of educational psychology. ആരാ ഒന്ന് വായിക്കാം? ബിക്കോസ് ഇന്നത്തെ ദിവസം വായന എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി പാടായിരിക്കും. ഞാൻ വായിക്കാം. Yes, please. Thank you.
relevance and contribution of educational psychology. A systematic knowledge of educational psychology will be useful for the teacher in the following ways. First one, to understand the learner, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand developed characteristics, to ഓക്കെ enable. സരീന, നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ബാക്കി അങ്ങനെ 5 പോയിന്റ്സ് കഴിഞ്ഞ് അങ്ങനെ പോവാം കേട്ടോ. Okay, ma'am. Okay, ma'am. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ലേണർ ആരാണ്? സ്റ്റുഡൻസ് അല്ലെ? സ്റ്റുഡൻസ്, പീപ്പിൾ, അവരാണ് ലേണർ. ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സോൾസ് അല്ലെ, ഭയങ്കര പ്യുവർ ഹാർട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതുകൊണ്ടുള്ള ഒരു നല്ലൊരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമുക്ക് മുന്നിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും മനസ്സിലാക്കാൻ പറ്റണം. അത് വെറും ഒരു ഡോൾസ് ഒന്നും അല്ല അല്ലെ, അവർക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഈ ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. സോ അങ്ങനെ മനസ്സിലാക്കി ഓരോ കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ടു ക്യാച്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെ, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. അപ്പൊ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച്, അതിപ്പോ നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, മാത്സ് ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട് ആയിക്കോട്ടെ വന്ന ബോർഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എല്ലാവരോടും ചെയ്യാൻ പറയുക. കുട്ടികളെല്ലാം ഇതൊന്ന് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കുറെ കുട്ടികൾ ആൻസർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഹാൻഡ് റൈസ് ചെയ്യും. ഒരു കുറച്ച് ടീച്ചർ ഉദ്ദേശിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടാവുമായിരിക്കും. ആ കുറച്ച് കുട്ടികൾക്ക് ആൻസർ കിട്ടി കഴിയുമ്പോൾ ടീച്ചർ ഓക്കെ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. കുറെ പേര് ചെയ്ത് തുടങ്ങി, അവർക്ക് അറിയായിരിക്കും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അവർ ടൈം ചിലപ്പോൾ കൂടുതൽ എടുക്കണ്ടാവുമായിരിക്കും. അവർ ഒരു പക്ഷെ ആ പാതി ആൻസറിൽ എത്തി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് ടീച്ചർ ബോർഡ് വൈപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകുന്നത്. അപ്പൊ ആ കുട്ടികൾ അവിടെ ഇൻകംപ്ലീറ്റ് ആയി അവിടെ പോകും. അപ്പൊ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയുടെയും പേസ്, റേറ്റ്, അതായത് ആ റേറ്റ് ഓഫ് സ്പീഡ് അത് മനസ്സിലാക്കി അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്താണോ അവർക്ക് വേണ്ടത്, അവരുടെ നീഡ്സ് അതിനനുസരിച്ച്. ഹാഫ് ആൻ അവർ ആണോ അവൻ എടുക്കുന്നത്, ലെറ്റ് ഹിം. 10 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞു, ലെറ്റ് ഹിം, അവൻ അങ്ങനെയും ചെയ്യട്ടെ. ഓക്കെ, ആ രീതിയിൽ ഉള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ അത് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ മനസ്സിലാകും. മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ് അല്ലെ, ഇപ്പൊ നമ്മളും കടന്നു പോകുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്. സോ ആ ലേണിംഗ് പ്രോസസ് എങ്ങനെ വേണം എന്നുള്ളത്, ഇപ്പൊ ലൈക്ക് നമ്മളിപ്പോ ഫസ്റ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്ത പോലെയല്ല, ആ സമയത്ത് ഞാനുമല്ല, ആ സമയത്ത് നിങ്ങളുമല്ല. നമ്മളുടെ ആ ലേണിംഗ് പ്രോസസ്, ക്ലാസ് റൂമിലെ ആ വൈബിനനുസരിച്ച് ലേണിംഗ് പ്രോസസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണല്ലേ. ആ ലേണിംഗ് പ്രോസസ്സിൽ പല ചേഞ്ചസും ഉണ്ടാവും. ആ ലേണിംഗ് പ്രോസസ് മനസ്സിലാക്കാനായിട്ട് യെസ് ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത്. ഇതേ ടോപ്പിക് ഞാൻ വേറൊരു ക്ലാസ്സിൽ എടുക്കുന്നത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ വൈബ് അനുസരിച്ചായിരിക്കും. എല്ലാ ക്ലാസ് റൂമിലും ഞാൻ കൊടുക്കുന്ന ടോപ്പിക്സ് ഒരുപോലെ ആവണമെന്നില്ല. എന്ന് വെച്ചിട്ട് അത് ഒരിടത്ത് കൂടുതൽ കൊടുക്കണം, ഒരിടത്ത് കുറവ് കൊടുക്കണം എന്നല്ല കേട്ടോ അതിന്റെ മീനിങ്. എങ്ങനെയാണോ നമ്മുടെ ഇന്ററാക്ഷൻ പോകുന്നത്, അതൊരു പക്ഷേ ചിലപ്പോ ഈ ഒരു ടോപ്പിക് നിങ്ങളുമായിട്ട് ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യാം. വേറൊരു ക്ലാസ്സിൽ മേ ബി ആ ഡിസ്കഷൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ചെറിയ ഡിസ്കഷനോട് കൂടി ചിലപ്പോ കാര്യങ്ങൾ നമ്മൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഒരു ആ ഒരു ലേണിംഗ് പ്രോസസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മുന്നിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ചാണ് ലേണിംഗ് പ്രോസസ് പോകുന്നത്. ഒരേ സാധനം തന്നെ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നെക്സ്റ്റ് വൺ, അത് പറഞ്ഞിരുന്നല്ലോ അല്ലെ, എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. യെസ്, നമുക്ക് ആ ഒരു ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ് മെത്തേഡ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ അല്ല, നടന്നൊരു കാര്യം കേട്ടോ. നമ്മുടെ ഒരു ബാച്ചിലർ ഒരു ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് നിറയെ തണൽ മരങ്ങളുള്ള ഒരു സ്കൂളായിരുന്നു. ഈ കുട്ടി പ്രിൻസിപ്പളിനോട് ചോദിച്ചു, ഞാൻ ഒരു ദിവസം കുട്ടികളെ കൊണ്ട് ആ മരത്തിന്റെ ചോട്ടിലിരുന്ന് പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രിൻസിപ്പൾ പെർമിറ്റ് ചെയ്തു, കൊണ്ടുപോയിക്കോളൂ, പക്ഷെ റെസ്പോൺസിബിലിറ്റി ഈസ് യുവേഴ്സ് എന്ന് പറഞ്ഞു.
വളരെ ധൈര്യമായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന കുട്ടികളുമായിട്ട് ക്ലാസ് എടുത്തു. കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം ക്ലാസ് റൂമിനകത്തിരുന്ന് വല്ലാണ്ടായ കുട്ടികൾക്ക് അവരെ പുറത്ത് ആ നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ ആയിട്ടുള്ള അവർക്ക് ഷെയ്ഡ് കിട്ടി. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല ഫ്രഷ് എയർ, ആ ഒരു രീതിയിൽ അവരവിടെ കൂടുതലായിട്ട് അവർ ആക്റ്റീവ് ആകാനായിട്ട് അത് അവരെ ഹെൽപ്പ് ചെയ്തു. അതാണ് ആ ഒരു എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അവർക്ക് എന്ത് വേണം. പിന്നെ ചില സമയത്ത് കുട്ടികളെ വീഡിയോസ് കാണിച്ച്, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഇട്ടുണ്ടല്ലേ, അങ്ങനെ ഒരു ടീച്ചിങ് മെത്തേഡ്, ചില സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ കാര്യങ്ങൾ, അങ്ങനെ എന്താണോ അവർക്ക് ഒരു എഫക്റ്റീവ് ആകുന്നത് അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, കാരണം ഇത് പറയാൻ കാരണം ഞങ്ങളെ നല്ല പോലെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നല്ലപോലെ ടെക്നിക്കൽ ആയിട്ട് നല്ല സൗണ്ട് ആയിട്ട് ഒരു സാർ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ആ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. സാർ ഒരു ദിവസം ക്ലാസ്സിൽ അങ്ങ് ഔട്ട് സ്പോക്കൺ ആയിപ്പോയി. അതായത് നമ്മൾ പറയില്ലേ, അസ്ഥാനത്ത് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെ പോയിരുന്ന ഒരു സാറായിരുന്നു. സാറ് മേ ബി ഞങ്ങളുമായിട്ടുള്ള ക്ലോസ്നെസ് കാരണമായിരിക്കാം സാറ് പറഞ്ഞു വന്നപ്പോൾ സാറ് യൂറോപ്യൻ കൺട്രീസിലെ ബ്രോത്തലിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു ക്ലാസ്സിൽ ടെക്നിക്കലായിട്ട് മൈക്രോവേവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാറ് പെട്ടെന്ന് എന്തിനാണ് ബ്രോത്തൽ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കൊരു ബ്രോത്തൽ എന്നുള്ള വേർഡ് വന്നതല്ല ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തത്. ആ ഒരു വേർഡ് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ സാർ കൊണ്ടുവന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. കുറച്ചൊക്കെ സാറിന് മനസ്സിലായി തോന്നുന്നു കഥ. പിന്നെ പുള്ളി നന്നായി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം അതിപ്പോ എന്റെ മനസ്സിൽ അതുണ്ട്. കാരണം നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചോണ്ട് പോയിട്ടുള്ള സാറ് പെട്ടെന്ന് ആവശ്യമില്ലാതെ ഒരു ബ്രോത്തലിന്റെ കഥ അതിനകത്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് 5 പോയിന്റ്സ് അറിയില്ല, വായിക്കാമോ? ഞാൻ വായിക്കാം. To enable teachers for curriculum development, to render guidance services, to give guidance for the educational of extraordinary children, to understand group dynamic and social behavior in classroom, to develop constructive and creative discipline. 5 point elements. Okay. So next one, to understand development characteristics. നമുക്കറിയാം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്, അത് ടെക്നിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും കരിക്കുലം വൈസ് ഡെവലപ്മെന്റും മാത്രമല്ല, പേഴ്സണാലിറ്റി, അതായത് കുട്ടികളുടെ, ടീച്ചറുടെ, അങ്ങനെ ഹോൾ അവിടെ വരുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഒരു ഡെവലപ്മെന്റ് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ പല ഡെവലപ്മെന്റും വേണം. അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ എല്ലാ ഏരിയയിലും മാനസികവും ശാരീരികവും ഇന്റലക്ച്വൽ പരമായിട്ടുള്ളതും എല്ലാം അതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റണം. പിന്നെ കരിക്കുലം ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിനെ ഇനേബിൾ ചെയ്യുക. നമുക്ക് നോക്കിയാലായിട്ട് അറിയാം, ഈ പലപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ ഓതേഴ്സിന്റെ പേര് നോക്കിയാൽ അറിയാം, ഏതെങ്കിലുമൊക്കെ ടീച്ചർമാരുണ്ടാവും അതിനകത്ത് ഓതേഴ്സ് ആയിട്ട്. ഈ സ്കൂളിലെ ടീച്ചർ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചർ, ലെക്ചറിനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിന് നല്ലൊരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനായിട്ട് അവരെ ഇനേബിൾ ചെയ്യുക. ടീച്ചേഴ്സിനെ അക്കാദമിക് ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യമാണെങ്കിലും നമുക്കത് കാണാനായിട്ട് പറ്റും. ടു റെൻഡർ ഗൈഡൻസ് സർവീസസ്. നമുക്കറിയാം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ആണ്. സോ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവരെ ഏബിൾ ആക്കുക, അതാണ് ഗൈഡൻസ് സർവീസസ്. ഫോർ എക്സാമ്പിൾ, കുട്ടികൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പൊ ഔട്ട്സൈഡ് ദ സ്കൂൾ ഒരു ആക്ടിവിറ്റീസ്, ക്വിസ് കോമ്പറ്റീഷന് പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം, അല്ലെ? അവിടെ വരെയാണോ പറഞ്ഞേ? എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ അത് വരെയാണോ? ടു ഗീവ് ഗൈഡൻസ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ. ഓക്കെ, നമുക്ക് സ്കൂളുകളിൽ പല രീതിയിലുള്ള കുട്ടികൾ വരുമല്ലേ? ചിലപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ വരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. അതൊക്കെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതാണ്.
നെക്സ്റ്റ് 1, 2, 3, 4. നെക്സ്റ്റ് 4 പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? 4 പോയിന്റ്സ്, അതായത് ടു അണ്ടർസ്റ്റാൻഡ് തുടങ്ങിയിട്ട് ടു ഹെൽപ്പ്. മാം നൗഫല ഡെവലപ്മെന്റ് കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അതുവരെ പറഞ്ഞിരുന്നു. ഓക്കെ, 2 പോയിന്റ്സും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി റീഡ് ചെയ്തു. ഓക്കെ. പിന്നെ നമുക്കറിയാം എഡ്യൂക്കേഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ അവിടെ എല്ലാം സ്റ്റില്ലല്ല, ആക്റ്റീവ് ആണ് അല്ലെ? ഈ കുട്ടികളും ആക്റ്റീവാണ്, ടീച്ചേഴ്സും ആക്റ്റീവാണ്. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കണം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്, അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ചിരുത്തി കെട്ടിവെച്ച പോലത്തെ രീതിയല്ല നമ്മുടെ ക്ലാസ് റൂംസിന് വേണ്ടത് അല്ലെ? അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്, അതായത് ഗ്രൂപ്പായിട്ട് അവർ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ, പിന്നെ കുട്ടികളുടെ സോഷ്യൽ ബിഹേവിയർ, അവര് ചില കുട്ടികൾ സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര പുറകോട്ടായിരിക്കും, ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഉൾവലിഞ്ഞവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇതിന് മാറ്റം വരാം. അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സും അതുപോലെ തന്നെ കുട്ടികളുടെ സോഷ്യൽ ബിഹേവിയറും, ഗ്രൂപ്പിൽ അവരൊറ്റയ്ക്ക് എങ്ങനെ, അവരുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ടീച്ചേഴ്സിന് പറ്റും. പിന്നെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ അത് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ അറിയാം സ്കൂളുകളിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം അത് നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട്, അതായത് ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കുട്ടിയെ എന്താ ലീഡർ ആക്കില്ലേ? അപ്പൊ അങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ട്, അതായത് പണിഷ്മെന്റ്, അവരുടെ മിസ്റ്റേക്കിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് അവരുടെ ഡിസിപ്ലിൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ത്രൂ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് നമുക്ക് അതിനുള്ള ഒരു പ്രൊമോഷൻ തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്സ് എല്ലാം വായിച്ചോളൂ. ആരാ വായിക്കാം? ഞാൻ വായിക്കണോ? വായിക്കട്ടെ മാം. To understand problems of children, to help in measuring learning outcomes, to prepare timetable, to prepare textbooks and instructional materials, to select appropriate co-curriculum activities, to know about himself. Thank you, ma'am. പിന്നെ കുട്ടികള് പല പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും അല്ലെ വരുന്നത്. അത് ചിലപ്പോ നമ്മള് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങള് ടീച്ചറായിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഓരോ ഏരിയയും നിങ്ങൾ ചിലപ്പോ അത് ഫീൽ ചെയ്ത് തന്നെ പോയിട്ടുണ്ടാകും. അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് പറ്റുക. പിന്നെ അവരുടെ ലേണിംഗ് ഔട്ട്കം, അവർ ആ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന അവരുടെ ലേണിംഗ് ഔട്ട്കംസ് അത് മെഷർ ചെയ്യാം. അതിനുവേണ്ടി പല മെഷറിംഗ് അനാലിസിസ് മെത്തേഡ് നമ്മൾ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടി ശരിയായ രീതിയിൽ പോയി ലേണിംഗ് ഔട്ട്കം വന്നിട്ടുണ്ടോ, അത് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് കൂടാതെ അല്ലാതെ പല അനാലിസിസ് ടെക്നിക്സ് ഉണ്ടാവും. ചിലയിടത്ത് ചിലപ്പോൾ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും, യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, അല്ലാതെയുള്ള അസസ്മെന്റുകളൊക്കെ നടത്തി അങ്ങനെ രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാം. ടൈം ടേബിൾ പ്രിപ്പറേഷൻ, പിന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും കൂടുതലായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ലേണിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അതും വരാം. പിന്നെ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്കൂൾ എന്ന് പറയുന്നത് അക്കാദമിക് മാത്രം പോരാ അല്ലെ? കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, യോഗ, മ്യൂസിക്, ചെസ്, അങ്ങനെ പല പല ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ഓരോന്ന് താല്പര്യമുള്ളതിനനുസരിച്ച് പലതും വരണം. പിന്നെ ടു നോ അബൌട്ട് ഹിംസെൽഫ്, അവനവനെ തന്നെ തിരിച്ചറിയുക. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് എന്താ പറയുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചറെ ഒരു ബെറ്റർ ടീച്ചർ ആക്കുന്നു, അതുപോലെ തന്നെ ലേണറെ ഒരു ബെറ്റർ ലേണർ ആക്കുന്നു. നെക്സ്റ്റ് മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സ് ഇത് വായിക്കുക. പിന്നെ അത് തന്നെ അതിന്റെ താഴെ ഓരോ മെത്തേഡും ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വായിക്കട്ടെ മാം.
വായിച്ചോളൂ. Methods of educational psychology. Educational psychology deals with the study of human behavior in educational situations. The selection of a particular method depends upon nature of the problem to be studied, orientation and resourcefulness of the researcher, availability of the material, subjects, time, and financial resources. Okay. So methods of educational psychology. Educational psychology നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അതിന്റെ സ്റ്റഡിയാണ്. അപ്പോൾ പല മെത്തേഡ്സും ഇവിടെ തന്നിരിക്കുന്ന മാത്രമല്ല, അതിൽ കൂടുതൽ പല മെത്തേഡ്സും ഉണ്ട് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ. അതിന്റെ മെത്തേഡ്സ് ഏതൊക്കെ രീതിയിൽ, ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളൊരു പോയിന്റ് വായിച്ചില്ലേ, അത് അവരുടെ ഔട്ട്കം മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ്. അതാണ് എങ്ങനെ ഈ ഒരു സെറ്റിംഗ്സിൽ കുട്ടികൾ ലേണിംഗ് പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ എന്തെല്ലാം മെത്തേഡിലൂടെ. അപ്പൊ ഒരു ടീച്ചറുടെ രീതി ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു ടീച്ചർക്കുള്ളത് കേട്ടോ. അതുപോലെ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. അങ്ങനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ആ ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് അതനുസരിച്ചുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാകണം, അതുപോലുള്ള ഹൃദയം, ഹാർട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഒബ്സർവേഷൻ കറക്റ്റ് ആവുള്ളൂ. പിന്നെ എന്ത് മെത്തേഡാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് പ്രോബ്ലം ആണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, എന്താണോ നമ്മൾ അഡ്രസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ മെത്തേഡിനെ സെലക്ട് ചെയ്യും. പിന്നെ ഈ ചില മെത്തേഡ്സ് കോസ്റ്റ്ലി ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്രത്തോളം റിസോഴ്സ് ഉണ്ട്, അങ്ങനെ ആ രീതിയിൽ ഉള്ള മെത്തേഡ് അപ്പോൾ സെലക്ട് ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്, ചിലതിന് കോസ്റ്റ് ഉള്ളതും ഉണ്ട്. അപ്പൊ അങ്ങനെ കോസ്റ്റിനനുസരിച്ച് നമുക്ക് മെത്തേഡ് സെലക്ട് ചെയ്യാം. പിന്നെ അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ സബ്ജക്ട്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഫിനാൻഷ്യൽ റിസോഴ്സും അനുസരിച്ച് മെത്തേഡ് സെലക്ട് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്ന മെത്തേഡുകളിൽ കുറച്ചാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെയല്ല, അതിൽ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെയും കുറെ മെത്തേഡുകൾ ഉണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന. അപ്പൊ പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് ആണ് അവിടെ നമ്പർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രോസ്പെക്ഷൻ ഫസ്റ്റ് വൺ, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ്സ്, ഒബ്സർവേഷൻ, ഡെഫിനറ്റ്ലി ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആയ ഇൻട്രോസ്പെക്ഷൻ, അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ റീഡ് ചെയ്യാം. Introspection. The term introspection is composed of two words, intro and assumption. Aspection. Intro means inward and aspection means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. Introspection gives us direct and promote knowledge of our mental process without involving any extra cost for the material or apparatus. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ, നമ്മൾ പറയില്ലേ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസിസ്, സെൽഫ് ജഡ്ജ്മെന്റൽ. ഓക്കെ, അപ്പൊ നമ്മള് അതിന് രണ്ട് വേർഡ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നു, ഇൻട്രോ ആൻഡ് അസ്പെക്ഷൻ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ്, അസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ്, ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ ടോർച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുറത്തേക്ക് അടിച്ചു നോക്കും അല്ലെ, പുറത്ത് എന്താ ഉള്ളതെന്നുള്ളത് നമ്മൾ കാണാനായിട്ട് നോക്കും. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഉള്ളിലെ ഇരുട്ടിനെ നമ്മൾ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ ഇത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് അവിടെ വെളിച്ചം കൊടുക്കുക, അവിടെ എന്തെങ്കിലും ഇരുട്ടത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇൻട്രോസ്പെക്ഷന്റെ ആ ഒരു ഉദ്ദേശം. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ടോർച്ച് അടിച്ചു നോക്കും. ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ്, ആ ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, അതെല്ലാം ആ ഒരു തോട്ട്സും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല അല്ലെ, നമ്മളുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് അത് തന്നെയാണ്. ഡയറക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് നോളജ് ഓഫ് അവർ മെന്റൽ പ്രോസസ്. എക്സ്ട്രാ കോസ്റ്റ് ഒന്നുമില്ല, മെറ്റീരിയലോ അപ്പാരറ്റസോ ഒന്നുമില്ല, വിലപ്പെട്ട ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല, അത് അതിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനത് പറയാം. ഒബ്സർവേഷൻ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. പലപ്പോഴും നമ്മള് വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാളുടെ രീതിയിൽ എന്തെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സിന്റെയോ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അവരുടെ ഫേസിൽ നോക്കുമ്പോൾ എന്തോ ഒരു ഇത് തോന്നും. അപ്പൊ നമ്മൾ അതിൽ ഇടപെട്ടിട്ടുണ്ടാകാം, അല്ലെ? അതുപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു മെയിൻ രീതി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. കുട്ടികളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യില്ല, അവരെ ഒബ്സർവ് ചെയ്യും, അവരുടെ രീതികൾ മനസ്സിലാക്കും, അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് അവർക്ക് എന്താണ് അവരുടെ ഇന്റർവെൻഷൻ വേണ്ടത് എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മളെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇപ്പൊ ഇത് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളിവിടെ ഇന്ററാക്റ്റീവ് സെഷൻ നടത്തുവാണ്, അല്ലെ? അപ്പൊ ഈവൻ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ട്രെയിനറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടാലും ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പന്റ് ആണ്, അല്ലെ? നമ്മളൊരു എല്ലാവരും ഒന്ന് തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നിങ്ങളും കുറെ കാര്യങ്ങൾ പറയണു, ഞാനും പറയണു, നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. സോ ഇവിടെ നടക്കുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. അതായത് ഒരു ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്ന ആളും. പക്ഷെ എന്നിട്ട് ഗ്രൂപ്പിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കും. ലൈക്ക് എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ആ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ്, പക്ഷെ അതിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നു. ഗ്രൂപ്പിന്റെ പ്രോഗ്രസ്, ഗ്രൂപ്പിന്റെ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യും. അപ്പൊ ഡെഫിനറ്റ്ലി നോൺ പാർട്ടിസിപ്പന്റ്, നമ്മളിപ്പോ ഒരു സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ സർക്കിളിനുള്ളിൽ തന്നെ ഞാനും ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരാണോ ഒബ്സർവ് ചെയ്യുന്നത് അയാളും ഇരിക്കുന്നു. അതാണ് പാർട്ടിസിപ്പന്റ്. നോൺ പാർട്ടിസിപ്പന്റ് ആണെങ്കിലോ ആ സർക്കിളിന്റെ പുറത്തായിരിക്കും, പാർട്ടിസിപ്പന്റ് അല്ല, അതിന് പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് അഭിപ്രായങ്ങളൊന്നും വരുന്നില്ല. അതേസമയം പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ അയാളും അയാളുടെ അഭിപ്രായം പറയും. നോൺ പാർട്ടിസിപ്പന്റ് ആകുമ്പോൾ ഗ്രൂപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തു നിന്നുകൊണ്ട് എല്ലാം നോട്ട് ഡൗൺ ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ടീച്ചർ പുറത്ത് നിന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നു, അവരെ ഇന്ററപ്റ്റ് ചെയ്യുകയില്ല. അതേസമയം ടീച്ചറും അതിന്റെ ഭാഗമായിട്ടുള്ളതാവുമ്പോൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആകും. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ഇങ്ങനെ കാര്യങ്ങൾ വരും. ഈ കൺട്രോൾഡ് ഒബ്സർവേഷനിലും അൺകൺട്രോൾഡ് ഒബ്സർവേഷനിലും പല രീതിയിലുള്ള വേരിയബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മിക്കവരും സയൻസ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം, ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, ബയോളജി ലാബ് എന്നൊക്കെ, അങ്ങനെ ലാബ് പോലത്തെ കാര്യങ്ങൾ. അവിടെ നമ്മൾക്ക് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കുമല്ലേ, നമുക്ക് വലിയ ഫ്രീഡം ഒന്നും അവിടെ കിട്ടില്ല. അപ്പൊ അതിലെ കുറച്ച് പാരാമീറ്റേഴ്സ് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് പാരാമീറ്റേഴ്സ് വരും. ലാബിൽ എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോൺ പാർട്ടിസിപ്പന്റ് പോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ, അവിടെ പ്രത്യേകിച്ച് നമുക്ക് ലിമിറ്റ്സോ ഒന്നുമില്ല, നാച്ചുറൽ ആയി നടക്കുന്ന ഒരു ഒബ്സർവേഷൻ ആണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. മോണ്ടിസോറി മെത്തേഡിൽ ഒരു പ്രത്യേകത ഉണ്ട് ഒബ്സർവേഷന്. ആ കുട്ടി അറിയില്ല നമ്മൾ അവനെ വാച്ച് ചെയ്യുവാണെന്നുള്ളത്. അങ്ങനെ അറിയുന്ന രീതിയിൽ നമ്മൾ വാച്ച് ചെയ്യരുത്. അതാണ് മോണ്ടിസോറി മെത്തേഡിലെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒബ്സർവേഷനും സപ്പായിട്ട് നമുക്ക് അവിടെ വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അവിടെ വലിയ മെറ്റീരിയൽസ് ഉപയോഗമൊന്നും കാര്യമായി വരില്ല. കൂടി വന്ന ഒരു പേപ്പറും പേനയും അത്രയൊക്കെ വരുള്ളൂ. പിന്നെ നമ്മുടെ ടൈമും. പിന്നെ അപ്പൊ അതാണ് ഇതിൽ കൂടുതൽ ഒബ്സർവേഷൻ ഉണ്ട് കേട്ടോ, ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ നാച്ചുറൽ ആയിട്ടാണ്, നമുക്ക് അവിടെ ലിമിറ്റ്സ് ഒന്നുമില്ല, വേരിയബിൾസ് ഒന്നുമില്ല, നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. കൺട്രോൾഡ് ഒബ്സർവേഷന് കവേർഡ് എന്ന് പറയും, കുറെ കാര്യങ്ങൾ ക്ലോസ്ഡ് ആയിരിക്കും. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ഓവേർട്ട്, ഓപ്പൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. അതാരാന്ന് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം. ഓക്കെ പ്ലീസ്. Clinical case study method. The clinical method is used for studying the behavior problems of a maladjusted or abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of detailed study. A child who is socially maladjusted or emotionally destroyed, experiencing difficulty in the school subject, is a clinical case. A clinical study is an in-depth study of the case in all its details,
Hence, clinical methods are also known as case study or case history method. ഓക്കെ, അപ്പൊ കേസ് സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ അതൊരു ഇൻഡിവിജ്വലിന്റെ ആയിരിക്കും. ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ബിഹേവിയർ, അങ്ങനെ ഒരു വ്യത്യാസം വരുന്ന ഒരു അബ്നോർമൽ ആ ഒരു രീതിയിൽ വരുന്ന ഒരു കുട്ടിയെ മാത്രം എടുത്ത് സ്റ്റഡി ചെയ്യും. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഹയർ സപ്പോർട്ട്, കുറച്ചുകൂടെ സബ്ജക്ട് എക്സ്പേർട്ടിന്റെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ചില കേസസിൽ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അനുസരിച്ച് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ കോസ്റ്റ് വരാനുള്ള, അപ്പൊ അവർക്ക് അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ആ പ്രോബ്ലംസ് അഡ്രസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യണം. അതൊരു പക്ഷെ ഒരു ദിവസം കൊണ്ടോ ഒറ്റ സിറ്റിംഗ് കൊണ്ടോ നടക്കില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ്സിന്റെ കൂടെ മാത്രമേ അത് നടക്കുള്ളൂ. പലപ്പോഴും ഇമോഷണലി ഡിസ്ട്രോയിഡ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങള്, ആ ഒരു എന്താ പറയാ, ഈവൻ ദോ ശാരീരികമായിട്ട് മാൽന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന എൻവയോൺമെന്റുമായിട്ട് ഒട്ടും പറ്റാത്ത രീതിയിലുള്ള എൻവയോൺമെന്റിൽ കഴിയുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ സ്കൂളിൽ പലപ്പോഴും അവർക്ക് പല ബുദ്ധിമുട്ടുകളും വരും. ഗുഡ് മോർണിംഗ് തസ്മീൻ, ഡിലക്റ്റ് ആയോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. ക്ലിനിക്കൽ സ്റ്റഡി ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് ഓരോ കേസിനെ കുറിച്ചും. അതായത് ഒരു ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ അയാളുടെ സ്ഥലത്ത് നിന്ന് ചിന്തിച്ച് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. കാരണം ചിലപ്പോൾ നമ്മൾക്കത് വളരെ സില്ലി ആയിട്ട് തോന്നുമായിരിക്കും. കൊച്ചുകുട്ടികളുടെ പല പ്രോബ്ലംസും അഡൾട്ടിന് വളരെ സില്ലി ആയിട്ട് തോന്നും. പക്ഷെ അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയപ്പോൾ കുട്ടി അനുഭവിച്ച ആ പ്രയാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ കേസ് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി പലപ്പോഴും ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഒക്കെ ആ കുട്ടിക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നു കാണും. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ ഹിസ്റ്ററി നോക്കിയിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും ഇതിന്റെ അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രീവിയസ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ റെഫർ ചെയ്തായിരിക്കുമല്ലോ ഡോക്ടേഴ്സ് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത്. Okay, next one, experimental or scientific method. Experimental or scientific method. Experimental method is treated to be most science and objective method for studying behavior. Hence, the investigator attempts to study the cause and the effective relationship concerning human behavior by doing experiments that are objective observation under firmly controlled conditions. The main factor in this method is controlling conditions on variables. There are three types of variables: independent variable, depending variable, and intervening or controlled variable. Indicates for the cause and the dependent variable for the effective of that cause. The other factors that influence cause and effective relationship are called intervening variables. Thank you, ma'am. ആ ഇതിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലാസ്റ്റ് പേജ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ഇത് മോസ്റ്റ് സയന്റിഫിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമുക്കത് കുറച്ചുകൂടി നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫാക്ട് ആ ഒരു രീതിയിൽ മോസ്റ്റ് സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡാണ് ഒരു ബിഹേവിയർ സ്റ്റഡി ചെയ്യാനുള്ളത്. ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ്, അതുപോലെ കോസ്റ്റ് അല്ല കോസ്, അതിന്റെ കാരണം, ആ പ്രോബ്ലം കൊണ്ടുണ്ടായ എഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു ആളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ ഈ കോസും എഫക്റ്റും അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്നിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. പലപ്പോഴും ബൈ ഡൂയിങ് എക്സ്പെരിമെന്റ്സ് അതെല്ലാം ചിലപ്പോൾ അതിനകത്ത് ഒബ്സർവേഷൻസ് ഒക്കെ വരാം. ഒരു കൺട്രോൾഡ് കണ്ടീഷനിലുള്ള ഒബ്സർവേഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ പല മെത്തേഡ്സും കൂടെ ചിലപ്പോൾ മിക്സ് ചെയ്ത് ചെയ്യാം. ആ രീതിയിലാണ് സയന്റിഫിക് മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കുട്ടി ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാരണം ഡിസ്റ്റർബിങ് ആണ്. അപ്പോൾ അവൻ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കോസ് അനലൈസ് ചെയ്യുന്നു, അതിന്റെ എഫക്റ്റ്, ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടായ എഫക്റ്റുകൾ എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ, കുട്ടി കെയർ ഗീവർ
അമ്മ മരിച്ചു പോയി എന്ന് വിചാരിക്കാം, വളരെ സാഡ് തിങ് അല്ലെ. അത് ആ കുട്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. കോസ് എഫക്ട് അത് നമ്മൾ മനസ്സിലാക്കി. ഇനി കുഞ്ഞിന്റെ കയ്യിൽ എപ്പോഴും അമ്മയുടെ ഓർമ്മയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിൽ വെച്ച് വന്നിട്ടുണ്ടാവും. അപ്പോ നമ്മള് അത് അവൻ എന്താണോ കയ്യിൽ അമ്മയുടെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് അവനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതാണ് ഇവിടെ വേരിയബിൾസ് പല ടൈപ്പ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡിങ് വേരിയബിളും. അതായത് ആ കയ്യിൽ ഇരിക്കുന്ന വസ്തു നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മളത് കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും. ചില കേസസ് അവൻ ഇരിക്കുന്ന പ്ലേസിൽ നിന്നും അവനെ മാറ്റി ഒന്നിരുത്തിയാൽ അത് അവനെ ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഞാനൊരു എക്സാമ്പിൾ ആണ്, ഇതൊന്നും ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ അവൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നും അവനെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇരുത്തി കഴിഞ്ഞാൽ പക്ഷെ അവനെ അത് ബാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അങ്ങനെ നമ്മൾ ഓരോ വേരിയബിൾസും ഇവനെ ബാധിക്കുന്നതും ബാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻ നടത്തുന്നത്. പ്രശ്നമുള്ളതിന്റെ കോസും എഫക്റ്റും അനലൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ഇന്റർവെൻഷൻ നടത്തും നോക്കണം. കാരണം അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ ഇൻഡിപെൻഡന്റ് ആകുന്ന കാര്യങ്ങളെയുമായിട്ട് നോക്കുക. നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് എന്ത് ഇന്റർവെൻഷൻ കൊടുക്കുന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, പലപ്പോഴും ഈ വേരിയബിൾസ് ചെയ്യുമ്പോഴേക്കും അത് ഈ കോസിനെയും എഫക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വേരിയബിൾസ് ആയിരിക്കും പല കേസിലും വരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ്, ഇതിന് ചിലപ്പോൾ കോസ്റ്റ് വരുമായിരിക്കും കേട്ടോ, കോസ്റ്റ് ഉണ്ടാവും സയന്റിഫിക് മെത്തേഡ്. വേറെ അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സിന് ഇന്റർവീനിങ് വേരിയബിൾസ് ആണ്. ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മളൊരു കുഞ്ഞിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ മദർ ഡിവൈസ് അത് അവനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവനെ ബാധിക്കുന്ന പല കാര്യങ്ങളെ നമ്മൾ എടുക്കും, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും. അപ്പൊ എന്നിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ്, ആ കോസിന്റെയും എഫക്റ്റിന്റെയും ഇൻഫ്ലുവൻസ് അതിനനുസരിച്ചാണ് നമ്മൾ ഇന്റർവീനിങ് എന്ത് ഇന്റർവെൻഷൻ നടത്തണം ആ ഒരു രീതിയിലുള്ള വേരിയബിൾസിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ചിലപ്പോ അമ്മയുടെ ആ ഒരു ഡെത്ത് ഒരു പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ആക്സെപ്റ്റൻസ് അത് കാമാക്കി നമ്മൾ കൊണ്ടുവന്ന് ഒരു ആക്സെപ്റ്റൻസ്, യെസ് ഷീസ് ആളില്ല എന്നുള്ളത് അവനങ്ങ് ആക്സെപ്റ്റ് ചെയ്യണം. ഇനി ചിലപ്പോ അമ്മയായിരിക്കും അവനെ പഠിക്കുന്ന കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അതും അതിന്റെ ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവനെ നമ്മൾ പതുക്കെ കുറെ ടൈം എടുക്കുമായിരിക്കും മുന്നോട്ട് കൊണ്ടുവരണം. ലൈക്ക് അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും അവൻ പഠിക്കേണ്ടത്, അവൻ നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയുടെ താല്പര്യങ്ങൾ കുറെ കൂടെ അവന്റെ ഉള്ളിലേക്ക് വന്ന് അത് അമ്മയില്ല ബട്ട് ഷീസ് ഇൻസൈഡ് മീ, അല്ലെങ്കിൽ ഷീസ് ദെയർ പിന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീലൊക്കെ അവന് വരുന്നു. പക്ഷെ ഈ കുട്ടി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി ഇരിക്കുമായിരുന്നു. ആ ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നവനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ ഒരു സയന്റിഫിക് മെത്തേഡ്. ഇത് ഈ ഒരു കാര്യം തന്നെ ആവണമെന്നില്ല, ചിലപ്പോ അബ്യൂസിന് ഇരയായിട്ടുള്ളവര് അല്ലെ വിക്ടിംസ് ഉണ്ടാവും, അവര് പലപ്പോഴും ഫിസിക്കൽ അബ്യൂസ് അല്ലാണ്ട് വെർബൽ അബ്യൂസ് അങ്ങനെ പല രീതിയിലുള്ള അബ്യൂസിന് ഇതായിട്ട് ഷോക്കിംഗ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്കുണ്ടായ എഫക്റ്റും കോസും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് ഇന്റർവെൻഷൻ നടത്തുന്നു. അതാണ് സയന്റിഫിക് മെത്തേഡിലൊക്കെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ കോസും എഫക്റ്റും അനലൈസ് ചെയ്ത് എന്ത് ആവശ്യമാണോ അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. നമ്മളിപ്പോ ഒരു സർവേ ചെയ്യാൻ പോകുന്നതിന്റെ ആ ഒരു പോലെ തന്നെ. ഓക്കെ പ്ലീസ്. ചാപ്റ്റർ ഓൾമോസ്റ്റ് തീരുക. Differential methods are based upon individual differences. It is sometimes called a statistical method for the reason that statistical techniques become the major devices for studying individual difference. This method utilizes various techniques of controlling data like questionnaires, observation, interview, and use of statistics in analyzing the data.
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് ഒരു സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഡേറ്റ കളക്ഷൻ ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയത് അത്രയും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സർവേയില് ഒരു 5 പാരന്റ്സിന്റെ അടുത്ത് മീറ്റ് ചെയ്യാന്നുള്ളതാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ കുറച്ചുകൂടെ 5ന് പകരം കൂടുതലാക്കിയാൽ അത്രയും നമുക്ക് അനാലിസിസ് നല്ല പോലെ കിട്ടും, അതിന്റെ ഒരു അനാലിസിസ്. പിന്നെ ആ ഒരു പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഡേറ്റ നമുക്ക് നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരേപോലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരേപോലുള്ള രീതിയിലല്ലേ കിട്ടുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും എന്ന് പറയുന്നുണ്ട്, കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സ്റ്റഡി ചെയ്യാൻ നമ്മളിപ്പോ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ് ഈ ഒരു മെത്തേഡ് എല്ലാം പറയുന്നത്. അവിടെ നമ്മുടെ മുന്നിലുള്ളവര് ലേണേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു എന്നായിരിക്കും, എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. അപ്പൊ ഓരോ കുട്ടിയും അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെ നമുക്കൊരു അനാലിസിസ് നടത്താം. അതൊരു മെത്തേഡാണ് അല്ലേ, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് അവർക്ക് സബ്ജക്ട്സ് ഉണ്ട്, പഠിക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് നേരെ വോട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു കൊടുക്കുക. നമുക്ക് കുട്ടിയുടെ പേരൊന്നും വേണ്ടല്ലോ, നമ്പർ കിട്ടിയാൽ മതി. അപ്പോ കുറെ പേര് സയൻസ് ഏതെങ്കിലും ആയിരിക്കും. അങ്ങനെ അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറെ പ്രോബ്ലംസും ചെയ്തിട്ടില്ലേ. അപ്പൊ അങ്ങനെ രീതിയിൽ. പിന്നെ അതല്ല, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മളൊരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാന്ന് പറയാം. അങ്ങനെ ഒരു 30 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് 30 പേരും അതിനനുസരിച്ച് ഓരോന്നും വോട്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു ഡേറ്റ കിട്ടും. 30 പേരുടെ ഒബ്സർവേഷൻ, അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അത് കാണും, അവരുടെ പ്രയോറിറ്റി കാണുമായിരിക്കും. അപ്പൊ അത് അങ്ങനെ നമ്മളത് സ്റ്റഡി ചെയ്യുന്നു, എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ കാണും. ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഇപ്പോൾ ഒരാളെ ഉള്ളൂങ്കിൽ വി ക്യാൻ പ്രൊവൈഡ്, നമുക്ക് നോക്കാം സെക്കൻഡ് ഓപ്ഷൻ. അങ്ങനെ എന്തെല്ലാമാണോ അവിടെ വരുന്നത് അതിനനുസരിച്ച്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വരുമ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു അവർ കുട്ടികളെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണ് പോകുന്നത്. അപ്പൊ ഓരോ കുട്ടി ഏത് സെഷൻ ഏത് ഏരിയയിലേക്ക് പോകുന്നതിന്റെ ഒരു നമ്പർ നമുക്ക് കിട്ടും ഈ ഒരു അനാലിസിസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. ഇത് തന്നെ വേറെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. സർവേ മെത്തേഡ് പല ടെക്നിക്സും യൂസ് ചെയ്യും അല്ലെ. നമ്മൾ സർവേ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഡേറ്റ കളക്ഷന്റെ പല മെത്തേഡ്സും യൂസ് ചെയ്യും. നമ്മൾ ക്വസ്റ്റിനെയേഴ്സ് കൊടുക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുപോലെയാണ്, ക്വസ്റ്റിനെയർ തന്നിട്ടുണ്ട്, യെസ് ഓർ നോ അല്ലെങ്കിൽ അതിന്റെ അല്ലാതെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ഒബ്സർവേഷൻ അങ്ങനെയും ചെയ്യും. ഇപ്പൊ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു 10 കുട്ടികൾക്ക്, ഒബ്സർവ് ചെയ്തിട്ട് 10 പേരുടെ അപ്രോച്ച് എന്തായിരുന്നു, അവരെങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യും. ഇനി 1-to-1 ഇന്റർവ്യൂ ചെയ്യാം. നിങ്ങൾ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്തിട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്റർവ്യൂ പോലെയാണ് അല്ലെ. അവരോട് ചോദിക്കും, അവർ മറുപടി പറയും, നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് സർവേ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡേറ്റാസ് അനലൈസ് ചെയ്യും. ഇതൊന്നുമല്ല, പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ സൂട്ടബിൾ ടെക്നിക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആസ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു സഫിഷ്യന്റ് മെഷർ എന്താണോ കുട്ടികളുടെ നീഡ്സ് അതിനനുസരിച്ച് സൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സിന്റെ അവൈലബിലിറ്റി, ഫിനാൻഷ്യൽ അതിന്റെ രീതികളും എല്ലാം വെച്ചിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് പാർട്ട് 2 ഏതെങ്കിലും ചാപ്റ്റർ തീരാനുണ്ടോ? യെസ്, പറഞ്ഞു. ഇല്ല, കംപ്ലീറ്റ് പാർട്ട് 2. പാർട്ട് 2 ഇപ്പൊ കംപ്ലീറ്റ് ആയല്ലേ. സോ നിങ്ങൾക്ക് ടേം എക്സാമിനുള്ള സമയമായി. ടേം എക്സാം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നോ ടീച്ചർ? നമുക്ക് മോഡ്യൂൾ 1 4 പാർട്സ് ഉണ്ട്. അതിൽ 1ഉം 2ഉം പാർട്സ് കഴിയുമ്പോൾ ടേം 1 പറഞ്ഞൊരു എക്സാം വരും. നീഡ്സ് കംപ്ലീറ്റ് അല്ല, മീൻസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീക്കിൽ ഈ വീക്കിൽ തന്നെ കംപ്ലീറ്റ് ആവുമോ? യെസ്, ഈ വീക്കിൽ തന്നെ ആവുമായിരിക്കും അല്ലെ. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നോക്കാം. പാർട്ട് 1 and 2
എക്സാംസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലെ 40 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻസ് മോണ്ടിസോറിയുടെ ഭാഗത്തുനിന്ന്, അതായത് മോഡ്യൂൾ 1 പാർട്ട് 1 and 2 നിന്നായിരിക്കും. ബാക്കി 10 ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 2 ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ക്ലിയർ ആയോ? 50 ക്വസ്റ്റ്യൻസ് ആണ്. 40 ഫ്രം പാർട്ട് 1 and 2 മോഡ്യൂൾ 1, 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് മോഡ്യൂൾ 2. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ആയിരിക്കും. സോ ടോട്ടൽ മാർക്ക് 100 ആയിരിക്കും. എക്സാം ടൈം മോസ്റ്റ് പ്രോബബിളി 7 to 8 ആയിരിക്കും ഈവനിങ്. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈം അതാ. പകല് വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പാർട്ട് 3ഉം 4ഉം കഴിയുമ്പോൾ ടേം 2 എക്സാം ആയിരിക്കും. മാം യെസ്, 7 and 8 എന്നല്ല പറഞ്ഞേ? 7 to 8. ആ സമയത്ത് നമുക്ക് നമാസ് ടൈം ആയിരിക്കില്ലേ മാം? നമ്മളെല്ലാ കഴിഞ്ഞ ബാച്ചിന്, അതായത് 6നും 7നും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു കൺസേൺ ഒരു ഭാഗത്തു നിന്ന് വന്നില്ല. 7 to 8 സമയം മാറി മിസ്. ആണോ? ഓക്കെ ഓക്കെ, ഞാനത് പറഞ്ഞു. കുറച്ച് മുന്നോട്ടായി. 7 മണി 7 മണി ആയില്ലേ മാം? എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യണേ? 7 മണി. ഇപ്പം 7:02 ആ ടൈമിലാണ് ബാങ്ക്. 6:58 ബാങ്ക്. ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? കേട്ടില്ല. 6:58 ബാങ്ക്. അപ്പൊ ഏകദേശം 7 മണി ആവുന്നുണ്ട്. ശരി, അത് പറയാം. അത് എത്ര മണി വരെയാ? ഒരു 7:15 ഓക്കെ മാം. ഓക്കെ, പറയാട്ടോ. പറഞ്ഞേക്കാം. ഇങ്ങനെ മാറുമല്ലേ, അതാ നമുക്കറിയില്ലായിരുന്നു. ഈ 2 ബാച്ചിനും 7 to 8 നടന്ന സമയത്ത് അതായത് കൊണ്ട്, കാരണം പകല് എല്ലാം ആ ക്ലാസിന്റെ ടൈമിൽ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് 11:30 ക്ലാസ് ആണെങ്കിൽ 11:30, 1:30യുടെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ 1:30 എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴാണ് ഈ ജോലിക്ക് പോകുന്നവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 7 to 8 എന്നുള്ള ടൈം ആക്കിയത്. അതിപ്പോ 2 ബാച്ചിന്റെ അങ്ങനെ നടന്നുള്ളൂ, കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പം ഇതിങ്ങനെ ടൈം മാറിയത് ഞാൻ എന്തായാലും ഇൻഫോം ചെയ്തേക്കാം. 7:30 ആക്കിയാൽ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്, അല്ലേ? ഓക്കെ മാം. അപ്പൊ അത് പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഡേറ്റ് മാം എന്തായാലും കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഡേറ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, കാരണം നമ്മൾ പറയണമല്ലോ, പോർഷൻ തീർന്നു എന്ന് പറയുമ്പോഴാണ് മാം അത് നോക്കിയിട്ട് ഡേറ്റ് പറയണത്. അപ്പൊ ആ എക്സാം അങ്ങനെ നടക്കും. സ്റ്റഡി ലീവ് എന്ന് ഓരോ ദിവസമാക്കി കൊടുക്കാറുള്ളൂ തോന്നുന്നു. അങ്ങനെ സ്റ്റഡി ലീവ്സ് ഉണ്ടാവില്ല. ഞാൻ എന്തായാലും മോക്ക് ടെസ്റ്റ് തരാനുള്ള യൂണിറ്റ് ഞാൻ തന്നേക്കാം. അതിന്റെ മറ്റേ സർവേയുടെ കാര്യങ്ങൾ വെട്ടിവെക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാമോ? മോക്ക് ടെസ്റ്റ് പോലെ തന്നെയായിരിക്കും മാം എക്സാം ഉണ്ടാവുക? 50 ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് എന്താ സബ്മിറ്റ് ചെയ്ത് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും. ഇതിനറിയാൻ പറ്റില്ല, അതൊരു വ്യത്യാസം. പിന്നെ ഇതിന് ടൈം കൺസ്ട്രെയിൻ ആണ്, അതായത് 1 hour തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എസ്എ മോഡൽ അങ്ങനെയൊക്കെ ഉണ്ടാവും? മോക്ക് ടെസ്റ്റ് എന്താണോ അത് തന്നെ, അതുപോലെയാണ്, അതേ മോഡലില്. ആകെ വ്യത്യാസം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്ത് സബ്മിറ്റ് ചെയ്തൊക്കെ നോക്കായിരുന്നു. വൺസ് തെറ്റിപ്പോയാൽ വീണ്ടും അറ്റൻഡ് ചെയ്യാമായിരുന്നു. ഇത് ഒരു അറ്റ് എ ടൈം, ആ ഒരു ടൈമില്, ആ ടൈം ഇപ്പൊ 7:30 ആണ് നമ്മുടെ ടൈമിക്ക്. 7:30 തുടങ്ങിയിട്ട് 8:30 വരെ. അത് കഴിഞ്ഞിട്ട് അതിന് മുൻപോ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ സ്കോർ വരില്ല. ആ ടൈം കഴിഞ്ഞിട്ട് 10 minutes ഒക്കെ മതി. 50 ദിവസത്തിനല്ലേ ഉള്ളൂ. നമ്മുടെ PSC എക്സാം ഒക്കെ പോലെ ഒരെണ്ണം തെറ്റിപ്പോയാൽ നമ്മുടെ മാർക്ക് കുറയും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇല്ല അല്ലെ? എല്ലാ ക്വസ്റ്റിനും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നമുക്ക് അറിയുന്നത് അങ്ങനെ ടൈം നോക്കിയിട്ട്? ദാറ്റ്സ് അപ് ടു യു. ഓക്കെ മാം. ഓപ്ഷൻസ് MCQ ആണ്. മോക്ക് ടെസ്റ്റ് എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ അതുപോലെ തന്നെ. പിന്നെ ശ്രദ്ധിക്കുക, ടെൻഷൻ പിടിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ കറക്റ്റ് ആൻസർ ഇട്ടു, ഞാൻ ധൃതി പിടിച്ച് സ്ക്രോൾ ചെയ്തപ്പോ ആൻസർ മാറി, റോങ്ങിലേക്ക് പോയി. അങ്ങനെയൊക്കെ ടെൻഷനിൽ ചെയ്യരുത്, സമാധാനമായിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം നമ്മൾ ആൻസറിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല? നമുക്ക് മാറ്റാൻ പറ്റും. ക്ലിയർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലുണ്ട്. അത് തന്നെയല്ല, ഇപ്പൊ ABCD എന്ന ഓപ്ഷനിൽ ഞാൻ ആദ്യം B എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി B അല്ല ആൻസർ, D ആണെന്ന് തോന്നി. Dയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി B പോയി D ആകും. ഓക്കെ ഓക്കെ ഓക്കെ, അതൊന്നും പ്രോബ്ലം ഇല്ല. കുട്ടികൾ രണ്ടാമതൊക്കെ നോക്കും, അതിനുള്ള സമയം കിട്ടും. 10 minutes 20 minutes മോർ ദാൻ ഇനഫ്.
നേരത്തെ 100 ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് ബാച്ചിലും സെക്കൻഡ് തേർഡ് ബാച്ചിലും ഒക്കെ. അത് ഭയങ്കര പാടായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ഈ 100 ക്വസ്റ്റ്യൻ വായിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒന്ന് റിവൈവ് ചെയ്തത്. 50 ക്വസ്റ്റ്യൻസ് ആക്കി 2 മാർക്ക് ആക്കി. പിന്നെ മോക്ക് ടെസ്റ്റ് പോലെ അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്ത സ്കോർ അറിയില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, അവർ ശ്രദ്ധിക്കും വീഡിയോ ഓൺ ആണോ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോ ഞാനിപ്പോ എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ, അതിൽ നിന്നാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് വിചാരിക്കുക. നമുക്കൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് തരും, എക്സാം ഹോൾ ആണത്. ആ ലിങ്ക് അതിൽ കയറി വീഡിയോ ഓൺ ചെയ്തിരിക്കണം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഇല്ലേ, മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഇല്ലേ, അതുപോലെ തന്നെ വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പൊ എന്താ നമ്മള് മൊബൈലില് നമ്മളിപ്പോ ഗൂഗിൾ മീറ്റ് കയറുമ്പോൾ നമ്മൾ വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ മീറ്റ് ഫോണിന്റെ താഴെ വന്നിട്ട് ചെറിയ സ്ക്രീനിൽ കിടക്കൂലേ, അങ്ങനെ വയ്ക്കുക, മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിയോ ഓൺ ആക്കുക, ഓഡിയോ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എക്സാം എഴുതിക്കോളൂ. ഓക്കെ. അപ്പൊ ഈ ആഴ്ച കൊണ്ട് പാർട്ട് 2 കംപ്ലീറ്റ് ആവും. മാം ലീവ് ചെയ്യാന്നേ മാം, ലീവ് ചെയ്തട്ടെ. ഓക്കെ ജോലി. ഓക്കെ, താങ്ക് യു മാം. ഞാൻ ചോദിക്കാൻ വന്നത് കൊന്നിട്ടോട്ടെ കേട്ടോ. എനിക്ക് ഒരു ഹെൽപ്പ് വേണം. പാർട്ട് 1 and 2 ഞാൻ എടുത്ത ലെസൺസ് ഒന്ന് പറയാമോ? ഒന്നിപ്പോ എടുത്ത എഡ്യൂക്കേഷണൽ സൈക്കോളജി, വേറെ ഏതായിരുന്നു? PF നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതിന്റെ PDF തന്നിരുന്നോ? ഇല്ല മാം. PFയുടെ PDF ഞാൻ ഷെയർ ചെയ്യണം. ഓക്കെ, ഞാൻ തന്ന അസൈൻമെന്റ്സ് ഒന്ന് പറയാമോ? ന്യൂട്രീഷന്റെ അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ടോ? ഞാൻ തന്നത് മാം ഗ്രൂപ്പിൽ ഇതിലിട്ടതാ, ക്ലാസ് റൂമിൽ ഇട്ടതാ? ക്ലാസ് റൂമിൽ ഇട്ടത്. സർവേ അല്ലേ? സർവേ, വേൾഡ് ന്യൂട്രീഷൻ ഡേയിൽ നമ്മളൊരു സർവേ എടുക്കാൻ പറഞ്ഞു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അല്ല, ഒന്ന് ഹാപ്പിനെസ് കൺട്രോൾ ചെയ്ത് ഇനിയിപ്പോ ലാസ്റ്റ് അസൈൻമെന്റ് തന്നിട്ടുണ്ടല്ലോ, അതാണ് അതും കൂടെ ഉള്ളൂ. റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ്, അതല്ലേ? യെസ് മാം. ഇത് രണ്ടുമാണ് ഞാൻ ക്ലാസ് റൂമിൽ തന്നിട്ടുള്ളത്, കൂടുതൽ തന്നിട്ടില്ല. ഇനി സർവേയുടെ ടോപ്പിക് എലമെന്റ്സ് ക്വസ്റ്റ്യൻ തരണം അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? മാം ഒന്നും പറഞ്ഞിട്ടില്ല. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അത് അപർണ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേർഡ് കാർഡ്, പിക്ചർ കാർഡ്, കളർ കാർഡ് ഒക്കെയോ? അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപർണ മാം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു തന്നിരുന്നോ? കളർ കാർഡ് മിഞ്ഞാന്ന് കാണിച്ചു തന്നിരുന്നു. നാളെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ചെയ്തിട്ട്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കണ്ടിരുന്നോ? അത് കാണിച്ചു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും നമ്പേഴ്സും കാണിച്ചു. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. പിന്നെ പ്രശ്നമില്ല. പിന്നെ നമ്പർ വീൽ, പിക്ചർ വീൽ, അതോ? എന്തോ വേർഡ്സ് ആണോ? അതല്ല, അതായത് നമ്മളിങ്ങനെ സ്പിന്നിങ് വീല് പോലെ ഇല്ലേ, ഇങ്ങനെ കറക്കി വിടുന്നത്. ഞാൻ ചെയ്തത് ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അശ്വതി മിസ് ക്ലാസ് എടുക്കുന്നുണ്ടോ? ഉണ്ട് മാം. ഇംഗ്ലീഷ് അല്ല ചോദിച്ച്, അല്ലാതെ ഒരു അശ്വതി മിസ് ഉണ്ട്.
ഇല്ല. എടുക്കുന്നുണ്ട്. ടൈലാണത്. ആ മാം പേജിക്കുള്ളൂ. ഓക്കെ, അശ്വതി മിസ് പുതിയതൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്പർ വീൽ. അപ്പൊ ഞാനത് അപർണ മിസ്സിനോട് അത് കാണിച്ചു കൊടുക്കാൻ പറയാം. അതായത് വേറൊന്നുമില്ല, ഞാൻ ചെയ്ത പീസ് ഞാനത് കൊടുത്തത് അവിടെ നിന്ന് എങ്ങനെയോ മിസ്സായി. അത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ തെർമോക്കോൾ കൊണ്ട് ചെയ്ത്, അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തെർമോക്കോൾ അലർജിക് ആണെന്ന്. അങ്ങനെ വന്നപ്പോൾ കംപ്ലീറ്റ് തെർമോക്കോളിന്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഈ ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് സൈഡിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഫുൾ തെർമോക്കോളിന്റെ ഒന്ന് പുറത്ത് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് നമ്മുടെ കേക്ക് ബേസ് ആയാലും മതി കേട്ടോ, കേക്ക് ബേസ് ആയാലും മതി. രണ്ട് സർക്കിൾ ഷേപ്പിലുള്ളത് നമുക്ക് വേണം, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോ നമ്മൾ ആദ്യം വലുത് ഇങ്ങനെ വെച്ചിട്ട് വലുതിന്റെ നടുഭാഗത്ത് ചെറുത് വരും. എന്നിട്ട് രണ്ടും കൂടെ സെക്യൂർ ചെയ്യാനായിട്ട് പിൻ യൂസ് ചെയ്യണം. ഞാൻ അന്ന് യൂസ് ചെയ്യുന്നത് ഈ മഫ്റ്റയിലൊക്കെ നമ്മളിങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പിൻ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തിവെക്കില്ലേ, നീളമുള്ള ബ്രൂച്ച് പോലെ അങ്ങനെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കില്ലേ, നല്ല സ്റ്റോൺ ഒക്കെ വെച്ച് അങ്ങനെ ബട്ടൺ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോ ആയിട്ടൊക്കെ ഉള്ളത്. അതായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഞാൻ വാങ്ങിച്ചതായിരുന്നു. രണ്ട് സർക്കിളും കൂടെ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഞാൻ ഇച്ചിരി ക്ലേ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഇങ്ങനെ ഷാർപ്പനായിട്ട് ഇരിക്കുവാണല്ലോ, അപ്പൊ ആ ബാക്ക് സൈഡ് ക്ലേ ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പൊ ഇതിങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ നല്ലപോലെ കറങ്ങും. ഉള്ളിലുള്ള സർക്കിളില് ഞാൻ നമ്പേഴ്സിനാണെങ്കിൽ നമ്പർ വീലാണെങ്കിൽ 1 2 3 4 അങ്ങനെ 10 വരെ ഉള്ളിലുള്ള സർക്കിളിനെ നമുക്ക് പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാലോ, നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് 10 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സർക്കിളിന്റെ സെന്ററിലൂടെ ആദ്യം ഒരു ലൈൻ വരയ്ക്കും നമ്മുടെ ഡയമീറ്റർ, പിന്നെ ക്രോസ് ചെയ്ത് വരയ്ക്കും. അങ്ങനെ ഇങ്ങനെ വരച്ച് നമ്മൾ കറക്റ്റ് ഈക്വൽ 10 പാർട്സ് ആക്കും. 1 2 3 എഴുതും. പുറത്തെ വലിയ സർക്കിളില്ലേ, അതിനെയും അങ്ങനെ ഈക്വൽ ആയിട്ട് 10 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്സിലും എന്തെങ്കിലും ഒരു ഷേപ്പ്, 1 ആണെങ്കിൽ ഞാൻ കൊടുത്തത് ഡയമണ്ട് ഷേപ്പ് ആയിരുന്നു, റെഡ് കളറിൽ ഡയമണ്ട് ഷേപ്പ് ഞാനിങ്ങനെ കളർ ചെയ്ത് വെച്ചു. 2 ആയപ്പോ 2 ഡയമണ്ട്, 3 ആയപ്പോ നിങ്ങൾക്ക് ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ ആ രീതിയിൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ആക്കി വെക്കും. അപ്പൊ നമ്മളിങ്ങനെ സ്പിൻ ചെയ്ത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഡയമണ്ട് ആകുന്നതിന്റെ അവിടെ കൊണ്ടുപോയി സ്പിൻ ചെയ്ത് വെക്കണം. അങ്ങനത്തെ മനസ്സിലായോ? അത് അതിന്റെ ചാർട്ട് ചെയ്ത് നമ്മള് ചാർട്ട് ചെയ്തിട്ടുണ്ടോ, നമ്പർ ചാർട്ട് എന്നുള്ള രീതിയിൽ? ഓക്കെ, കുഴപ്പമില്ല. ഇനി പിക്ചർ വീലുണ്ട്. പിക്ചർ വീലും ഇതുപോലെ തന്നെ 2 സർക്കിൾസ്, ഉള്ളിലെ ചെറുത് പുറത്തെ വലുത്. അപ്പൊ ഉള്ളിലെ സർക്കിളില് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോന്നിന്റെ പേരെഴുതി. ഫോർ എക്സാമ്പിൾ കളക്ട് ചെയ്ത പിക്ചേഴ്സില് ക്ലോക്ക് ഉണ്ട്, ഡക്ക്, കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഡക്ക്, താറാവ്, പിന്നെ ട്രീ, സ്നേക്ക്, അങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെയാണ് കളക്ട് ചെയ്തെങ്കിൽ ഉള്ളില് അതിന്റെ പേരിങ്ങനെ നമ്മള് നീളത്തിൽ എഴുതി വെച്ചിട്ട് പുറത്ത് അതിനെല്ലാം ഒട്ടിച്ചു. ഔട്ടർ സർക്കിളിൽ അതെല്ലാം ഒട്ടിച്ചു. എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ സ്പിൻ ചെയ്ത്, ഇപ്പൊ സ്നേക്ക് ആണെങ്കിൽ അത് സ്പിൻ ചെയ്ത് ആ സ്നേക്കിന്റെ നമ്മൾ ഈ എഴുതുന്ന അതേ ഓർഡറിൽ തന്നെ വേണം. നമ്മൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു സ്പിന്നിൽ ഒരെണ്ണം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയെല്ലാം അതേപോലെ വരും. അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം. ഈ ഫ്ലവേഴ്സിന് ചെയ്യണോ, ഫ്ലവേഴ്സിന്റെ വീൽ ചെയ്യണോ, അത് ചെയ്യാം. ഫ്രൂട്ട്സിന്റെ വീൽ ചെയ്യണോ, അത് ചെയ്യാം. വെജിറ്റബിൾസിന്റെ വീൽ ചെയ്യണോ, അത് ചെയ്യാം. ഒരു ഐഡിയ കിട്ടിയോ? മാം അതെല്ലാം നമ്മൾ ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ചാർട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതെ, എല്ലാം ചാർട്ടായിട്ട് പറഞ്ഞു ഓക്കെ, നിങ്ങൾ ചെയ്തത് ഏതായാലും മതി എന്ന് പറയണു. ഓക്കെ കണ്ടു മതി എന്ന് പറയണു. പക്ഷെ വീലാവുമ്പോ കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് നിങ്ങളെ കറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കുക, ബോട്ടിൽ വെച്ചിട്ട് ഫ്ലവർ വേസ് ഉണ്ടാക്കുക, ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഒന്നും അധികം കോസ്റ്റ് ഒന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് പഴയ ഉടുപ്പിന്റെ നല്ല ലേസ് ഒക്കെ ഉണ്ടാവില്ലേ കൊച്ചു കുട്ടികളുടെ ഉടുപ്പിന്റെ, അതൊക്കെ യൂസ് ചെയ്ത് ഫ്ലവറോ അങ്ങനെയുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാഫ്റ്റ് ചെയ്യിക്കാലോ. പിന്നെ വേറെന്തായിരുന്നു, പിന്നെ സോക്സ് കൊണ്ട് സ്നേക്കിനെ ഞാൻ പറഞ്ഞു തന്നിരുന്നോ? ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് സ്റ്റോറി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോറിയിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സ്, ഇപ്പൊ സോക്സോടെ ആ സ്നേക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, പക്ഷെ പലര് റാബിറ്റിനെ ഉണ്ടാക്കി, ടെഡി ബെയർ, അങ്ങനെ പല രീതിയിൽ. സ്പഞ്ച് ഇല്ലേ, ബ്ലോക്ക് സ്പഞ്ച്, അത് വെച്ചിട്ട് ടെഡി ബെയറിനെ ഉണ്ടാക്കാൻ അറിയോ? ചെവിയൊക്കെ കൂട്ടിക്കെട്ടി ഞാൻ എന്റെ മകൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? സോക്സ് ആണേ, പഴയ സോക്സ്, കുട്ടികളുടെ യൂണിഫോമിന്റെ അവർക്ക് പറ്റാത്ത സോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ആകെ വാങ്ങേണ്ടത് ഈ ഗൂഗിളി ഐസ് കിട്ടുവാണെങ്കിൽ വാങ്ങും, അതാവുമ്പോ നന്നായിരിക്കും. അധികം വിലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൂഗിളി ഐസ്. പിന്നെ നടുക്കതിന്റെ നാക്ക് കാണുന്ന ഭാഗത്ത് നാക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണുമല്ലോ സ്നേക്ക് ഇതാക്കുമ്പോ, അപ്പൊ അത് ചെയ്ത് വെക്കുക, വളരെ ഈസി. ഞാൻ സ്റ്റേപ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ സോക്സ് തന്നെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മൂവ് ചെയ്യുമ്പോൾ, സ്കൈ മൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. നീളമുള്ള സോക്സ് ആയത് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അതായത് ഈ സോക്സിന്റെ ഇപ്പോ ഈ ഒരു ഭാഗല്ലേ, ഒരു സെപ്പറേറ്റ് കളറായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു ഷേപ്പിൽ, ഒരു പെറ്റൽ ഷേപ്പിൽ, ആ സോക്സിന്റെ വലിപ്പത്തിനനുസരിച്ച് പെറ്റൽ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഇത് അകത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ കണ്ണൊക്കെ പോയിട്ടോ, ഒട്ടിച്ചു പോയി, ഇങ്ങനെ മടക്കുമ്പോ ആ സ്നേക്കിന്റെ വായുടെ കറക്റ്റ് എഫക്റ്റ് കിട്ടും. മറ്റേതിനകത്ത് ഞാൻ ആ കാർഡ്ബോർഡ് വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ മടക്കുമ്പോ കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടുന്നത്. മറ്റേ പെപ് ഷോ ഒക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ സംസാരിക്കില്ലേ, ഒരു സാധനത്തിനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, അതുപോലെ. അപ്പൊ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് വയ്ക്കുവാണെങ്കിൽ ഈ മൂവ്മെന്റ് കുറച്ചുകൂടെ നമുക്ക് ഒരു രസമായിട്ട് തോന്നും. അതൊന്ന് ട്രൈ ചെയ്യൂ. ഈ ഒരു പെറ്റൽ ഷേപ്പ്, സോക്സിന്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് സോക്സിനകത്ത് വെച്ച് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക, കാർഡ്ബോർഡ് ഊരി പോരുതല്ലോ. അപ്പൊ നമ്മൾ കൈ അകത്തിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് ആ സ്നേക്ക് ഇതാക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോള് പോലെയൊക്കെ. നമ്മുടെ ഒരു ട്രെയിനിങ്ങിന് എന്താ പറയാ, ടീച്ചിങ് അല്ല ഇന്റർവ്യൂവിന് പോയപ്പോ കയ്യിൽ എല്ലാമായിട്ടാ പോയത്. ഇത് കണ്ടപ്പോ അവര് പറഞ്ഞു, ഒരു കഥ പറയാമോ എന്ന് ചോദിച്ചു, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അപ്പൊ നിപ്പിലൊരു കഥ പറയുമായിരുന്നു സ്നേക്കിനെ പറ്റിയിട്ട്. ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയിരുന്നു അത്. ഓക്കെ, സാൻഡ് പേപ്പർ ഒക്കെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? വേർഡ് റീഡിംഗ് കാർഡ് ഒക്കെ കണ്ടതല്ലേ? കാണിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? മോഡൽ എക്സാംസ് പറഞ്ഞില്ല, 1 ഡേ തരുമായിരിക്കും സ്റ്റഡി ലീവ്. മറ്റേ 6നും 7നും ഒന്നും ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ടൈം എക്സാമിന് അവർക്ക് ഒരു ദിവസം കണ്ടു കൊടുത്തു. ടൈം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, 7:30. ഓക്കെ അല്ലേ എല്ലാരും? 7:30 പറ്റുള്ളൂ, കാരണം 8 o'clock പ്രെയർ എന്ന് പറയാറുണ്ട് ചിലര്. എന്തോ നെക്സ്റ്റ് വീക്ക് തന്നെ ആവൂലേ? കാരണം പാർട്ട് 2 കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് ഡേ ഫിക്സ് ചെയ്യൂ കേട്ടോ. കൺഫർമേഷൻ വരും. തലേ ദിവസമായിട്ട് പറയില്ല, എന്തായാലും കുറച്ച് ദിവസം മുമ്പ് തന്നെ അറിയിക്കും. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? കവിത മതിയോ മാം? മതി. ഗുരു ഗുരുവെന്നക്ഷരം സ്മൃതിയിൽ ലയിപ്പിച്ചു ജീവിതയാത്രകൾ തുടരുന്നു. ഗുരു തന്ന മൂല്യങ്ങൾ അകതാരിൽ നിറയുമ്പോൾ വിജയം സുനിശ്ചിതമാകുന്നു. അറിയാൻ വെമ്പുന്ന മാനസത്തെ തൊട്ടറിയാൻ ശ്രമിച്ചൊരു ഗുരുവെന്നാൽ ലോകം നമിച്ചിടും ഗുരുവിനെ, ഇതിഹാസങ്ങൾ വാഴ്ത്തിടും ഗുരുവിനെ. ഗുരു തന്ന മാർഗങ്ങൾ, തിരിതെളിക്കുന്ന മൂല്യങ്ങൾ, ഗുരുവിനനുഗ്രഹം നിഴലായി പതിക്കുമ്പോൾ വദനത്തിൻ പുഞ്ചിരി മായില്ല, വദനത്തിൻ പുഞ്ചിരി മായില്ല. താങ്ക് യു മാം. Sign out by Prasida from Thrissur.
Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.